പക്ഷേ അദ്ദേഹത്തെ അന്ന് മന്ത്രിയാക്കി കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന മന്ത്രിസഭയ്ക്ക് വലിയ തരത്തിലുള്ള പ്രതിച്ഛായ നഷ്ടമുണ്ടാകും. അതല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ഉയരാൻ കഴിയുന്ന ഒരു മന്ത്രിസഭയാണ് ഇത് എന്ന തോന്നലുണ്ടെങ്കിൽ ആ തോന്നൽ പോലും മാച്ചു കളയാനായിട്ട് അതിന് കഴിയും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും അനുസരിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പെരുമാറാനും പ്രവർത്തിക്കാനും ബാധ്യസ്ഥരാണ് എന്ന തിരിച്ചറിവ് പല കാലഘട്ടങ്ങളിലായി മന്ത്രിസഭ അധികാരാരോഹണത്തിലൂടെ അവർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിനനുസരിച്ച് അതിൻ്റെ നേതാക്കളും അതിൻ്റെ അണികളൊക്കെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള വിമർശനത്തിന് അവർ വിധേയരാകും. പഴയ കാലത്തതുപോലെ കമ്മ്യൂണിസ്റ്റാണ്, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ഒരാളാണ് എന്നതിൻ്റെ പേരിലൊന്നും സമൂഹം അവരെ വിമർശിക്കാതെ പോകുകയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി സർ, ജേക്കബ് ജോർജ്, സാമ്പത്തിക താല്പര്യം ഇല്ലാത്ത ഒരാളാണ് എം മണി. അതാണല്ലോ അഴിമതി ഇല്ലാത്തയാൾ എന്ന വർണ്ണന ശ്രീ NM പിയേഴ്സൺ നൽകിയത്. പക്ഷേ ഈ മൂന്നാർ ഒഴിപ്പിക്കലിൻ്റെ സമയത്ത് മണിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. VS അടുത്തയാളായിരുന്നു M മണി. പക്ഷേ VSമായി തെറ്റിയതും ഈ മൂന്നാർ ഒഴിപ്പിക്കലിൻ്റെ പേരിലാണ്. അന്ന് മണിയുടെ അനിയൻ്റെ സാമ്പത്തിക ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ളവ കയ്യേറ്റ കാര്യത്തിൽ ഉയർന്നു വന്ന ഒരു ഘടകം തന്നെയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പം NM പിയേഴ്സൺ അത് കാണിക്കുമായിരുന്നുവല്ലോ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അദ്ദേഹത്തെക്കുറിച്ച് കുറേ ആരോപണങ്ങൾ ആ സമയത്ത് മാധ്യമങ്ങളിൽ വന്നിരുന്നു. സ്വാഭാവികമായിട്ടും അതിൽ M മണിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വമോ എന്തെങ്കിലും ഒരു പങ്കോ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിനോടകം തന്നെ പത്രങ്ങളിലും ചർച്ചകളിലൊക്കെ വന്നേനെ. ഇതൊന്നും വന്നിട്ടില്ല. പക്ഷേ എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ കണ്ടിടത്തോളം M മണി സാധാരണക്കാരനാണ്, പണത്തിനോട് താല്പര്യം അധികം ഇല്ലാത്ത ആളാണ്. അദ്ദേഹം ഇതുവരെയും അങ്ങനെ ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹം മന്ത്രിയാവുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യുച്ഛക്തി വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനാകുമോ എന്ന അടിസ്ഥാനപരമായ ചോദ്യം മഞ്ജുഷ് ഉന്നയിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, CPMൽ ഒരാൾ, CPM നേതാവ് മന്ത്രിയാവുമ്പോൾ ഒരു ഒറ്റയാനായിട്ടല്ല മന്ത്രിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ പാർട്ടിയുടെ ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്. അതുകൊണ്ട് കൂടുതൽ കൂട്ടായ ഒരു തീരുമാനമായിരിക്കും എടുക്കുക. പിന്നെ ഈ CPMകാരുടെ ഒരു പ്രധാനം കാര്യങ്ങൾ പഠിക്കാനും വായിക്കാനും ശേഷിയുണ്ട്. ഈ സ്റ്റഡി ക്ലാസ്സുകളിലൂടെയൊക്കെ കടന്നു വന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാഭാവികമായിട്ട് M മണി അങ്ങനത്തെ ഒരു പഠനത്തിന് തയ്യാറാവുകയാണെങ്കിൽ, ഇപ്പം കടകംപള്ളി സുരേന്ദ്രൻ സാധാരണഗതിക്ക് വിദ്യുച്ഛക്തി മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ പറയാം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അദ്ദേഹം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്ക് കടന്നു ചെന്നു. വിദ്യുച്ഛക്തി വകുപ്പിനെ ഒരു നല്ല വഴിയിലേക്ക് എത്തിക്കുന്നതിൽ കടകംപള്ളി വിജയിച്ചു എന്ന് വേണം പറയാൻ. ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മാത്രമായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ കടകംപള്ളി കഴിഞ്ഞു. അതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ M മണി പോകില്ല എന്ന് പറയാൻ ആർക്കാണ് കഴിയുക? M മണിക്ക് ആ ഒരു സാധ്യത കയ്യിലെടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയില്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? എനിക്കൊരു പ്രതീക്ഷയുണ്ട്, അദ്ദേഹത്തിന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്ക് കടന്നു പോകാൻ കഴിയും. തീർച്ചയായിട്ടും നമുക്ക് കാണാം, അദ്ദേഹം വിടുവാടിക്കായിരുന്നാൽ മതി. ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ ശ്രീ NM പിയേഴ്സൺ അവസാനം പറഞ്ഞ 3 കാര്യങ്ങൾ, ആത്മാർത്ഥത, അതുപോലെ തന്നെ അഴിമതി ഇല്ലായ്മ, ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ M മണിക്കുണ്ട്. ഇതിലൊന്നും ആരോപണം എന്തായാലും കോൺഗ്രസിനില്ലല്ലോ. കോൺഗ്രസിന് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ, അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ, ഇതിലാണ് ആരോപണം ഉള്ളത്. മഞ്ജുഷേ, ഈ മറവി എന്ന് പറയുന്നത് മനുഷ്യന് ഒരു അനുഗ്രഹമാണ്. ശ്രീ പിയേഴ്സനും ആ അനുഗ്രഹത്തിന് വിധേയമായിട്ടാണ് ഇവിടെ തൻ്റെ വാദമുഖങ്ങൾ ശ്രീ മണിക്ക് വേണ്ടി നിരത്തിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇദ്ദേഹത്തിന് വേണ്ട അച്യുതാനന്ദനുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്ന ബന്ധമാണ്. ആ ബന്ധത്തിന് വിള്ളലുണ്ടാകുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരും പറഞ്ഞില്ലെങ്കിൽ മഞ്ജുഷ് പറഞ്ഞു. കാരണം മഞ്ജുഷിനറിയാമല്ലോ, നമ്മളിതൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ MM ലംബോദരനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച്. അപ്പോൾ അഴിമതിക്കെതിരായിട്ടൊന്നും ഒരക്ഷരം ഉരിയാടാനുള്ള യോഗ്യതയൊന്നും MM മണിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തവണ ഈ അഴിമതിക്കാരനായ MM ലംബോദരനുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തെ പരിപൂർണമായി ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത്തവണ ശ്രീ സേനാപതി വേണുവും ശ്രീ MM മണിയുമായി മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സാമ്പത്തികമടക്കമുള്ള എല്ലാ കാര്യങ്ങളും മണിക്ക് വേണ്ടി നിർവഹിച്ചത് ഈ ആരോപണത്തിന് വിധേയനായ ശ്രീ MM ലംബോദരനാണെന്നുള്ള കാര്യം അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിട്ടുള്ളവർക്കറിയാം, മാധ്യമപ്രവർത്തകർക്കറിയാം, രാഷ്ട്രീയ നേതാക്കന്മാർക്കറിയാം. ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അഴിമതിയുമായി വല്ല ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് ഉച്ച മുതൽ മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ ഈ ഇടുക്കി ജില്ലയിലെ പല പ്രാദേശിക നേതാക്കന്മാരെയും വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാരോഹണത്തെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ അഴിമതി ഒരു മുഖ്യ വിഷയമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി
പ്രവർത്തന മേഖലയിൽ അദ്ദേഹം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന കാര്യം ആരും പറയുന്നില്ല. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞ നേട്ടം വേണ്ടല്ലോ, മറ്റാർക്കെങ്കിലും നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അത് അഴിമതിയല്ലേ? സ്വയം ആ നേട്ടം ആർജിക്കണ്ടല്ലോ. എൻ്റെ പ്രവൃത്തി കൊണ്ട്, മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ MLA സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഭരണകൂടം നിലനിൽക്കുമ്പോൾ ആ ഭരണകൂടത്തിൽ സ്വാധീനമുള്ള ഒരാളെന്ന നിലയിൽ മറ്റാർക്കെങ്കിലും നേട്ടമുണ്ടാക്കുന്ന കാര്യം ചെയ്താൽ അതും അഴിമതിയുടെ പട്ടിക വരുന്നതാണല്ലോ. എന്തായാലും ശ്രീ MM മണി നേരിട്ട് കൈക്കൂലി വാങ്ങിച്ചെന്നോ അഴിമതി നടത്തിയെന്നോ പറയില്ലെങ്കിലും MM ലംബോദരൻ മണിയുടെ സഹോദരനല്ല എന്നൊരിക്കലും പിന്നെ അദ്ദേഹം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ആ സഹോദരൻ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഇല്ലായിരുന്നു എന്നും അദ്ദേഹം പറയില്ല. അപ്പോൾ പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഇടുക്കി ജില്ലയിലെ ആളുകളെ വിളിച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പദവിയുമായി ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് അഴിമതി ഒരു വിഷയം തന്നെയാണ്. ശ്രീ ആനത്തലവട്ട മാനന്ദൻ, അഴിമതി വിരുദ്ധതയാണല്ലോ ഈ സർക്കാരിന്റെ മുഖമുദ്ര. പക്ഷേ NM പിയേഴ്സൺ പറഞ്ഞ സത്യസന്ധത, ആത്മാർത്ഥത, അഴിമതി ഇല്ലായ്മ, ഈ 3 ഘടകങ്ങളിൽ ആ മൂന്നാമത്തെ ഘടകം അഴിമതി ഇല്ലായ്മ, ഇത് വെട്ടിക്കളയേണ്ടി വരുമോ മണിയുടെ പട്ടികയിൽ നിന്ന്? കഴിഞ്ഞ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ സമയത്ത് മണിയെടുത്ത നിലപാടുകൾ, VS-നെതിരായി എടുത്ത നിലപാടുകൾ. അല്ല, VS-നെതിരായി എടുത്ത നിലപാടെന്ന് പറഞ്ഞത് അവിടെ മൂന്നാറിലെ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിലേക്ക് വേണ്ടി എടുത്ത നിലപാടുകളെ എതിർക്കുകയായിരുന്നു ശ്രീ മണി. ആ കുടിയേറ്റക്കാരുടെ കൂടെ നിന്നു. ആ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ പോയ നടപടി വൻകിട റിയൽ എസ്റ്റേറ്റ് ഉടമകളെ ഒഴിപ്പിക്കാമെന്ന പേര് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പോയി 2 സെൻറ്റും 4 സെൻറ്റും 10 സെൻറ്റും ഉള്ള കൃഷിക്കാരനെ അടക്കം ഒഴിപ്പിക്കാൻ പോയപ്പോൾ അതിനെ എതിർത്ത് ശരി തന്നെയാണ്. അത് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. രണ്ടാമത്തെ കാര്യം, മണിയുടെ കഴിവുകേടിനെ കുറിച്ചും ഈ ഭാവനാ സമ്പന്നത ഇല്ലായ്മയെക്കുറിച്ചുമൊക്കെ ഇവിടെ ആചാരമായി പ്രസംഗിക്കുന്നു. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഏത് മന്ത്രിയായാലും അവരുടെ മാത്രം കഴിവിലല്ല അവരുടെ വകുപ്പെല്ലാം നടക്കുക. ഒട്ടേറെ വിദഗ്ധന്മാർ ഈ രംഗത്തുണ്ട്. എല്ലാം പഠിച്ച് ഉന്നതന്മാരായിട്ടല്ല മന്ത്രിമാരായിട്ട് വരുന്നവർ ഒരു പാർട്ടിയിലും. അവരെ സഹായിക്കാൻ ആവശ്യമായ ആ വിഷയത്തെക്കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാരുടെ ഉപദേശകന്മാരായി ഉണ്ടാവാം. അവരെ സ്പോൺസർ ചെയ്ത പാർട്ടിയുണ്ട്, അവരെ സ്പോൺസർ ചെയ്ത മുന്നണിയുണ്ട്. അവരൊക്കെയാണ് ഓരോ വിഷയവും ചർച്ച ചെയ്ത് പ്രാപ്തിയുള്ള മന്ത്രിമാരാക്കി തീർക്കുന്നതും അവർക്ക് നന്നായി ഗവൺമെൻറ് നയിക്കാൻ കഴിയുന്നതുമൊക്കെ ഈ സംഭാവന കൂടെ ഉണ്ട്. അത് മണിക്കും ലഭിക്കും. അതുകൊണ്ട് മണി മിസ്റ്റർ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നല്ല ഭരണാധികാരിയായി മാറുന്നത് നമുക്ക് കാണാം. മറ്റൊരു കാര്യം, അദ്ദേഹം സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഉത്കണ്ഠ പറഞ്ഞ് പഴയതുപോലെ തന്നെ ഉള്ള പ്രശ്നങ്ങളായ ശൈലിയായിരിക്കുമോ? അതൊക്കെ അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ അങ്ങനെ ഒന്നും പാടില്ല എന്ന്. അതെല്ലാം തിരുത്തി ജനങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. ഇവിടെ ഒരാളെ നിയോഗിച്ചു കഴിഞ്ഞാൽ അയാളുടെ പൂർവ്വകാലം, പിന്നെ അഴിമതിയെക്കുറിച്ച് സ്നേഹിതൻ ഉണ്ണിത്താൻ പറയുന്നു, മണിയുടെ സഹോദരൻ ലംബോദരൻ അവിടെ എന്തോ കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് അതിന് പങ്കുകാരനാകണം മണിയും എന്നല്ലേ പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, റോബർട്ട് വധേര രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുടെ ഭർത്താവ്, എത്രയെല്ലാം ആക്ഷേപവും കേസുമുണ്ട്. അതെല്ലാം നിങ്ങൾ രാഹുൽ ഗാന്ധി അങ്ങനെയാണ്, അതിലെല്ലാം പങ്കുണ്ട്, സഹോദരൻ അളിയനല്ലേ എന്ന് പറഞ്ഞ തരത്തിൽ നിങ്ങൾ എടുക്കുമോ? ആരെങ്കിലും ഒരാൾ കുറ്റം കാണിച്ചാൽ, ഒരു കുടുംബത്തിലോ രക്തബന്ധത്തിലുള്ള കുറ്റം കാണിച്ചാൽ അയാളാണ് കുറ്റവാളി, അത് മറ്റുള്ളവനെ കുറ്റവാളിയാകണം എന്ന സിദ്ധാന്തം എവിടെ നിന്നാണ്? ജയശങ്കർ, ഈ MM ലംബോദരന്റെ പേരിൽ MM മണിയെ അഴിമതിക്കാരനായി ചിത്രീകരിക്കേണ്ടതുണ്ടോ? അല്ല, MM ലംബോദരനും പാർട്ടിക്കാരനായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. പിന്നെ പാർട്ടിയിൽ നിന്ന് വിട്ട് അദ്ദേഹം ബിസിനസ്സിലേക്ക് പോവുകയും വളരെയധികം ധനം മറ്റ് പല മാർഗ്ഗങ്ങളിൽ കൂടി സമ്പാദിക്കുകയും ചെയ്തതാണ്. മണിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സഖാവ് ആനത്തലവട്ടം പറഞ്ഞ പോലെ 2 സെൻറ്റുകാരെയും 4 സെൻറ്റുകാരെയും ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴല്ല അദ്ദേഹം ക്ലൗഡ് 9 പോലെയുള്ള വലിയ റിസോർട്ടുകൾക്ക് നേരെ ബുൾഡോസർ ചെന്നപ്പോഴാണ്, ക്ലൗഡ് 9 എന്ന് പറഞ്ഞ വലിയ റിസോർട്ട് പൊളിച്ചപ്പോഴാണ് മണി കോപാകുലനായത്. പറഞ്ഞോളൂ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. അല്ല, അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ മണിയുടെ ഭരണം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനെക്കുറിച്ച് ഈ ഘട്ടത്തിലൊരു അഭിപ്രായം വരുന്നത് അനുചിതമായിരിക്കും. അദ്ദേഹം ഭരിച്ച് കാണിക്കട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ ഭരണം കൊണ്ട് അദ്ദേഹം തെളിയിക്കണം അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ച പാർട്ടിയുടെ തീരുമാനം ശരിയായിരുന്നു എന്ന്. ഞാനിവിടെ പങ്കുവെക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്. പറഞ്ഞോളൂ. അല്ല, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരാൾ, ഈ സർക്കാർ 5 കൊല്ലം തികച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയ ചില ആശങ്കകൾ പങ്കുവെക്കാൻ മാത്രമാണ്. അതുകൊണ്ട് ജേക്കബ് ജോർജ് പറയുന്ന രീതിയിൽ എനിക്ക് പറയാൻ കഴിയില്ല, ഉണ്ണിത്താൻ പ്രശംസിക്കുന്ന രീതിയിൽ എനിക്ക് പ്രശംസിക്കാൻ കഴിയില്ല. ഉണ്ണിത്താൻ്റെ പ്രശംസ കേട്ടില്ലേ? ഉണ്ണിത്താൻ പ്രശംസിക്കുന്നത്
ഭംഗെന്തരയുടെ മണി എത്ര മോശക്കാരനാണെന്ന് സ്ഥാപിക്കാനാണ്. ജേക്കബ് ജോർജിയെ കഴിഞ്ഞ 5 കൊല്ലവും ഉമ്മൻചാണ്ടിയെ സ്തുതിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം പിണറായി വിജയനെ സ്തുതിക്കുന്നു. അത് ഏത് പാർട്ടി ഭരിച്ചാലും ആ പാർട്ടിയെ സ്തുതിക്കലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഏത് പാർട്ടി ഭരിച്ചാലും അതിനെ വിമർശിക്കലാണ് എൻ്റെ ജോലി. ഞങ്ങൾ രണ്ടുപേരും 2 ഭാഗത്ത് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ശ്രീ ജേക്കബ് ജോർജ്, എന്തായാലും താങ്കളെക്കുറിച്ചുള്ളൊരു പരാമർശം വന്ന സ്ഥിതിക്ക് അതിൻ്റെ ഒരു മറുപടി. അല്ലല്ല, ഉമ്മൻചാണ്ടിയെ മാത്രമല്ല, എനിക്ക് എക്കാലവും രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മൾ കാണാൻ അക്കാഡമിക്കായിട്ട് ഞാൻ കാണുന്നവരാണ്. ഉമ്മൻചാണ്ടിയുടെ ദോഷവശങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വളരെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പിണറായി വിജയനെ ഇവരൊക്കെ ക്രൂശിക്കുമ്പോഴും ഞാൻ പിണറായി വിജയന് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയാൻ എൻ്റെ കയ്യിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ജയശങ്കർ. പിന്നെ ജയശങ്കർ പറയുന്ന പോലെ ഈ ലോകത്തിലുള്ള എല്ലാവരും പറയണമെന്ന് വിചാരിച്ചാൽ ജയശങ്കർ എന്ത് മൂഢസ്വർഗത്തിലാണ് കഴിയുന്നത്. എൻ്റെ അഭിപ്രായം ഞാൻ പറയും, അത് ജയശങ്കറിന്റെ അഭിപ്രായം. മറുപടിയായി ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേള കഴിഞ്ഞ് ഇപ്പോൾ നടത്തുന്ന ഈ വകുപ്പ് മാറ്റം ഇത് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിലാണോ ചെയ്യുന്നത്? ഇടവേളയ്ക്ക് ശേഷം.